സ്നേഹരാഗം ഭാഗം 33. അവൾ ഒന്നാലോചിച്ചു. പിന്നെ ഫോൺ എടുത്തു. ഹലോ നന്ദന, ഗുഡ് ഈവനിങ്. അപ്പുറത്ത് നിന്ന് മാധവൻ സാറിൻ്റെ ശബ്ദം കേട്ടു. ഗുഡ് ഈവനിങ് സാർ, അവൾ തിരിച്ചു പറഞ്ഞു. നന്ദന സ്ട്രെയിറ്റ് ആയിട്ടൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. എന്താണ് സാർ? അവൾ പതിയെ ചോദിച്ചു. ഞാൻ ഇന്നലെ കമ്പ്യൂട്ടർ സെൻറ്ററിൽ റീജോയിൻ ചെയ്തു. അപ്പോഴാണ് നന്ദനയുടെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത്. എന്താണ് സംഭവിച്ചത്? അയാൾ തിരക്കി. അവൾ എല്ലാം പറഞ്ഞു. പ്രകാശിൽ നിന്ന് താൻ അനുഭവിച്ചതെല്ലാം അവൾ തുറന്നു പറഞ്ഞു. എല്ലാം മാധവൻ സാറിനോട് പറഞ്ഞപ്പോൾ അവളുടെ മനസ്സിൽ കുറച്ച് ആശ്വാസം കിട്ടി. പ്രകാശ് ഇക്കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അവൻ എന്നോട് പറഞ്ഞത് നന്ദനയ്ക്ക് വീട്ടിൽ പ്രോബ്ലം ഉള്ളതുകൊണ്ട് റിസൈൻ ചെയ്തു എന്നാണ്. എന്നാൽ ചില സ്റ്റാഫുകളിൽ നിന്നുമാണ് പ്രകാശിൻ്റെ ചെയ്തികളെല്ലാം എനിക്ക് മനസ്സിലായത്. എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയാണ് നേരിട്ട് വിളിച്ചത്, അയാൾ പറഞ്ഞു. നന്ദന ഒരു നിമിഷം അങ്ങനെ തന്നെ ഇരുന്നു. അജിതയും അഞ്ജുവുമാണ് എല്ലാം മാധവൻ സാറിനോട് പറഞ്ഞു കൊടുത്തത് എന്ന് അവൾക്ക് മനസ്സിലായി. അവർ പറഞ്ഞത് സത്യം തന്നെയാണ് സാർ, അവൾ പറഞ്ഞു. നന്ദന നാളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒന്ന് വരണം. ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ട്, മാധവൻ സാർ പറഞ്ഞപ്പോൾ. എന്തിനായിരിക്കും അതെന്ന് അവൾ ചിന്തിച്ചു. ഫോൺ വയ്ക്കുമ്പോൾ എന്തിനാണ് അയാൾ വിളിച്ചത് എന്ന് നീതു തിരക്കി. നന്ദന കാര്യം പറഞ്ഞു. ഇനി അങ്ങോട്ട് പോകണോ ചേച്ചി? നീതു ചോദിച്ചു. മാധവൻ സാർ പറഞ്ഞിട്ട് പോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ മോളെ. ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം. പോയി നോക്കാം, എന്താണെന്നറിയാലോ, നന്ദന പറഞ്ഞു. ചേച്ചിയുടെ ഇഷ്ടം, നീതു പറഞ്ഞു. ആ സംഭാഷണം അവിടെ അവസാനിച്ചു. അനിത വന്നപ്പോൾ നന്ദന മാധവൻ സാർ വിളിച്ച കാര്യം പറഞ്ഞു. അനിതയ്ക്ക് പക്ഷേ അവൾ പോകുന്നതിൽ എതിർപ്പായിരുന്നു. നന്ദന കിടക്കുമ്പോൾ ഒരുപാട് ആലോചിച്ചു. അവൾക്ക് ഒന്നും വ്യക്തമായില്ല. ഒരുപാട് ആലോചിച്ച ശേഷം അറിയാതെ അവൾ ഉറങ്ങിപ്പോയി. രാവിലെ എണീറ്റ് അടുക്കളയിൽ ചെന്നപ്പോൾ അനിത പുട്ടുണ്ടാക്കാനായി തേങ്ങ ചിരവുകയായിരുന്നു. അമ്മയെ സഹായിക്കാൻ അവളും കൂടി. അവളെക്കൊണ്ട് ചെറിയ ചെറിയ ജോലികൾ മാത്രമേ അനിത ഇപ്പോൾ ചെയ്യിപ്പിക്കാറുള്ളൂ. അവൾ കടല കഴുകി കുക്കറിലിട്ട് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചു. നീ ഇന്നലെ പറഞ്ഞ കാര്യമെന്തായി? അനിത അവളോട് ചോദിച്ചു. ഞാൻ ഒന്ന് പോയിട്ട് വരാം അമ്മേ. ഇനി അവിടെ വല്ല പേപ്പർ സൈൻ ചെയ്യാനോ മറ്റോ ആണെങ്കിലോ, അവൾ പറഞ്ഞു. നീ ഈ വയ്യാതിരിക്കുന്ന സമയത്ത് പോകാതിരിക്കുന്നതാ നല്ലത്, അനിത പറഞ്ഞപ്പോൾ നന്ദന മിണ്ടിയില്ല. പക്ഷേ അവൾ എന്തായാലും ഒന്ന് പോയി നോക്കാൻ തന്നെ മനസ്സിൽ തീരുമാനിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നീതു കോളേജിൽ പോകാൻ ഇറങ്ങി. എന്നാൽ നന്ദന കുറച്ചുകൂടി വൈകിയാണ് പോകുന്നത്. നീതു പോകുന്നതും നോക്കി ഉമ്മറത്ത് തന്നെ അവൾ നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവളും റെഡിയായി ഇറങ്ങി. ഓട്ടോയിലാണ് നന്ദന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയത്. അവിടെ ചെന്നിറങ്ങുമ്പോൾ അവളുടെ മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ പെയ്തിറങ്ങി. എല്ലാവരും ക്ലാസ്സിലായിരിക്കും എന്നവൾ ഓർത്തു. ഇനിയൊരിക്കലും ഇങ്ങോട്ട് വരില്ല എന്ന് കരുതി ഇറങ്ങിയതാണ്. ഇപ്പോൾ വീണ്ടും ഒരു നിശ്വാസത്തോടെ അവൾ അകത്തേക്ക് കയറി. രാജിനി അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. നന്ദന രാജിനിയുടെ അടുത്തേക്ക് ചെന്നു. അവളെ കണ്ടതും ആശ്ചര്യത്തോടെ രാജിനി ഒന്ന് ചിരിച്ചു. മാധവൻ സാർ റീജോയിൻ ചെയ്തു, രാജിനി അവളോടായി പറഞ്ഞു. എന്തു പറ്റി? സാലറി എന്തെങ്കിലും കിട്ടാനുണ്ടോ? അവളുടെ വരവ് കണ്ടപ്പോൾ രാജിനി അങ്ങനെയാണ് കരുതിയത്. ഏയ് അതൊന്നുമല്ല, സാറിനെ ഒന്ന് കാണാനാണ്, നന്ദന പറഞ്ഞു. അതിനിപ്പോൾ പ്രകാശ് സാർ അല്ല, മാധവൻ സാർ വന്നിട്ടുണ്ട്, രാജിനി പറഞ്ഞു. അവൾ ഒന്ന് മൂളിക്കൊണ്ട് മാധവൻ സാറിൻ്റെ ക്യാബിനു നേരെ നടന്നു. അഞ്ജുവും അജിതയുമെല്ലാം ലാബിലാവുമെന്ന് അവൾക്ക് തോന്നി. സാറിനെ കണ്ട് പുറത്തിറങ്ങുമ്പോൾ അവരുടെ അടുത്തേക്ക് ചെല്ലാം അവൾ വിചാരിച്ചു. ക്യാബിനടുത്തേക്ക് എത്തിയപ്പോൾ പ്രകാശിൻ്റെ ചെയ്തികളെപ്പറ്റി അവൾക്ക് ഓർമ്മ വന്നു. ഒരു നിമിഷം നിന്നുകൊണ്ടവൾ ക്യാബിൻ്റെ ഡോർ പകുതി തുറന്ന് അനുവാദം ചോദിച്ച് അകത്തേക്ക് കയറി. നന്ദന, ഗുഡ് മോർണിംഗ്, അയാൾ വിഷ് ചെയ്തു. അവൾ ചെറുതായൊന്ന് ചിരിച്ചുകൊണ്ട് തിരിച്ചും വിഷ് ചെയ്തു. അയാൾ അവളോട് ഇരിക്കാൻ പറഞ്ഞു. പിന്നെ ഫോൺ എടുത്ത് ഒരു നമ്പറിൽ വിളിച്ചു. ഇമ്മീഡിയറ്റായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരണം, ഇപ്പോൾ തന്നെ, താമസിക്കരുത്, അയാൾ ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ ഫോണിൽ വിളിച്ചത് പ്രകാശിനെയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഹൗ ആർ യു? അയാൾ കാഷ്വലായി അവളോട് തിരക്കി. ഫൈൻ സാർ, അവൾ പറഞ്ഞു. താൻ വേറെ എവിടെയെങ്കിലും ജോബിന് കൊടുത്തിട്ടുണ്ടോ? അയാൾ വീണ്ടും ചോദിച്ചു. ഇല്ല, അവൾ മറുപടി പറഞ്ഞു. എനിക്ക് തന്നോട് ഡീറ്റെയിലായി സംസാരിക്കാനുണ്ട്. തൻ്റെ എക്സ്പ്ലെയിൻ ആവശ്യമാണ്, അയാൾ പറഞ്ഞു. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സംസാരിച്ചിരുന്നപ്പോഴേക്കും ക്യാബിനിൻ്റെ ഡോർ പതുക്കെ തുറക്കുന്ന ശബ്ദം കേട്ടു. അവൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രകാശ് നിൽക്കുന്നത് കണ്ടു. അവനെ കണ്ടതും അവളുടെ മുഖത്ത് വെറുപ്പ് നിറഞ്ഞു.
എന്താണ് ഇപ്പോൾ തന്നെ വരണമെന്ന് പറഞ്ഞത്? വല്ല ഡൗട്ടും ക്ലിയർ ചെയ്യാനുണ്ടോ? അവൻ ചോദിച്ചു. നന്ദന ജോലി റിസൈൻ ചെയ്യാൻ എന്താണ് കാരണം? അവൻ്റെ ചോദ്യം അവഗണിച്ചുകൊണ്ട് മാധവൻ സാർ നന്ദനയോട് ചോദിച്ചു. അവൾ പ്രകാശ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നത് മുതൽ തന്നോട് കാണിച്ച അപമര്യാദയെക്കുറിച്ച് പറഞ്ഞു. എല്ലാം ഞാൻ സഹിച്ചിരുന്നു. പക്ഷേ എന്നോടുള്ള ചെയ്തികൾ കൂടി വന്നതുകൊണ്ടാണ് ഞാൻ റിസൈൻ ചെയ്തത്. സഹിക്കാവുന്നതിനും ഒരു പരിധിയില്ലേ? അവൾ പറഞ്ഞപ്പോൾ സ്വരമിടറുന്നുണ്ടായിരുന്നു. എൻ്റെ കാരിയറിൽ ആദ്യമായാണ് ഒരു സ്റ്റാഫ് ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയുന്നത്. എൻ്റെ പകരക്കാരനായി നിന്നെ വെക്കാൻ തോന്നിയ നിമിഷത്തെക്കുറിച്ചോർത്ത് ഞാൻ ലജ്ജിക്കുന്നു. മാധവൻ സാർ പറഞ്ഞത് കേട്ടപ്പോൾ പ്രകാശിൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. എൻ്റെ സ്റ്റാഫുകളോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്കറിയാം. അത് എന്നെ ആരും പഠിപ്പിക്കണ്ട, ധാർഷ്ട്യത്തോടെ അവൻ പറഞ്ഞു. നീ ഇനി കൂടുതലൊന്നും പറയണ്ട. നന്ദനയോട് മാപ്പ് പറഞ്ഞ് അവളെ വീണ്ടും വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരിക്കുന്നത്. നീ മാപ്പ് പറയുക തന്നെ വേണം, അയാൾ പറഞ്ഞു. മാപ്പ് പറയാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല, അവൻ പറഞ്ഞു. എന്നോട് മാപ്പ് പറയുകയൊന്നും വേണ്ട സാർ, ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല, നന്ദന അതിനിടയിൽ കയറി പറഞ്ഞു. വഴക്ക് വലുതാവണ്ട എന്ന് കരുതിയാണ് അവൾ അങ്ങനെ പറഞ്ഞത്. ഇങ്ങനെയൊരു പ്രഹസനത്തിനായിരുന്നോ എന്നോട് വരാൻ പറഞ്ഞിരുന്നത്? ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. അതും പറഞ്ഞുകൊണ്ട് അവൻ പോകാൻ ഭാവിച്ചു. തിരിഞ്ഞു നിന്നുകൊണ്ട് നന്ദനയെ ഒന്ന് നോക്കി. ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് തരുന്നുണ്ട്, മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ അവളെ തുറിച്ചു നോക്കി. അവൻ്റെ കണ്ണിൽ പകയെരിയുന്നുണ്ടായിരുന്നു. അവൻ പോകുമ്പോൾ ഡോർ വലിച്ചടച്ചു. അവൻ്റെ ദേഷ്യം മുഴുവൻ അതിലുണ്ടായിരുന്നു. കുറച്ചുനേരം മുറിക്കുള്ളിൽ നിശബ്ദത പരന്നു. അവന് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് പറയുന്നു, അയാൾ പറഞ്ഞു. അയ്യോ സർ വേണ്ട, അവൾ തടഞ്ഞു. സാർ എന്നെ ഓർമ്മിച്ച് വിളിച്ചല്ലോ, അത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്, അവൾ പറഞ്ഞു. വിരോധമില്ലെങ്കിൽ നന്ദനയ്ക്ക് ഇവിടെ തന്നെ തുടരാം, അയാൾ പറഞ്ഞു. അവൾ തൻ്റെ അവസ്ഥയെക്കുറിച്ച് അയാളോട് പറഞ്ഞു. എന്നെങ്കിലും തനിക്ക് വരണമെന്ന് തോന്നിയാൽ ഇങ്ങോട്ട് തന്നെ വരാം, അയാൾ പറഞ്ഞപ്പോൾ അവൾ അത് ചിരിയോടെ സ്വീകരിച്ചു. അവൾ സാറിനോട് യാത്ര പറഞ്ഞ് ക്യാബിനിൽ നിന്നും ഇറങ്ങി നേരെ ലാബിലേക്ക് ചെന്നു. അജിതയും അഞ്ജുവും എല്ലാവരും ക്ലാസ് എടുക്കുകയാണ്. അവൾ അഞ്ജുവിൻ്റെ അടുത്തെത്തി വിളിച്ചു. അഞ്ജു ഒന്ന് തിരിഞ്ഞു നോക്കി. നന്ദനയെ കണ്ടപ്പോൾ അതിശയിച്ചു. അവരുടെ സംസാരം കേട്ടപ്പോൾ അജിതയും ഭരത്തും എല്ലാം അവളെ നോക്കി. എല്ലാവരുടെയും കണ്ണുകളിൽ ആശ്ചര്യം നിറഞ്ഞു നിന്നു. പ്രകാശ് സാർ വരുന്നത് കണ്ടല്ലോ, നീ കണ്ടോ? നിന്നെ കണ്ടിട്ടാണോ ശരവേഗത്തിൽ പുറത്തേക്ക് പോയത്? അജിത ചോദിച്ചു. തന്നെ മാധവൻ സാർ വിളിച്ചതും പ്രകാശ് സാർ വന്നതും എല്ലാം നന്ദന പറഞ്ഞു. ഉണ്ടായ സംഭവങ്ങൾ എല്ലാം പറഞ്ഞപ്പോൾ അവർ ആകാംക്ഷപൂർവ്വം എല്ലാം കേട്ടിരുന്നു. എന്നാൽ നീ ഇങ്ങു പോരെ, മാധവൻ സാർ നിന്നെ വിളിച്ചതല്ലേ? ഭരത് പറഞ്ഞു. ഇല്ല, ഞാനിപ്പോൾ അമ്മയുടെ കൂടെ വീട്ടിലാണ്. ഇനി ഈ സിറ്റുവേഷനിൽ ജോലിക്ക് പോകുന്നത് നടക്കില്ല. കുറച്ച് കഴിയട്ടെ, അപ്പോൾ നോക്കാം, അവൾ പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാ, നിന്റെ എല്ലാ പ്രയാസങ്ങളും തീരും, നീ സമാധാനിക്ക്, അഞ്ജു അവളെ ആശ്വസിപ്പിച്ചു. കുറച്ചു സമയം അവരുടെ കൂടെ ചെലവഴിച്ച ശേഷം നന്ദന അവിടെ നിന്നും ഇറങ്ങി. താഴേക്ക് ഇറങ്ങുമ്പോൾ അവൾക്കെന്തോ ചെറിയൊരു ഭയം തോന്നി. പ്രകാശിൻ്റെ കോപം നിറഞ്ഞ മുഖം അവളുടെ മനസ്സിൽ നിന്നും മാഞ്ഞില്ല. ഓട്ടോയിൽ കയറി പോകുമ്പോൾ അവളുടെ മനസ്സ് കലങ്ങി മറിഞ്ഞിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നോ പ്രകാശിനെ വിളിക്കുമെന്നോ ഒന്നും അവൾ കരുതിയിരുന്നില്ല. തൻ്റെ ജീവിതം എങ്ങോട്ടെല്ലാമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നവൾക്കറിയില്ലായിരുന്നു. അർജുൻ ട്രാൻസ്ഫറിൻ്റെ പേപ്പർ ശരിയായി എന്ന് പറഞ്ഞു പോയപ്പോൾ മുതൽ കീർത്തന മുറിയിൽ തന്നെ ഇരിപ്പാണ്. ശ്രീകുട്ടിക്ക് എല്ലാവരോടും മിണ്ടണമെന്നുണ്ട്, എന്നാൽ ആരും അവളോട് മിണ്ടുന്നില്ല. അവൾ മുറ്റത്തും ഹാളിലുമെല്ലാം കയറിയിറങ്ങും. പ്രഭാവതി അതിലെ പോകുന്നത് കണ്ടാലോ ഉമ്മറത്ത് വന്ന് നിന്നാലോ അവൾ വേഗം മുറിയിലേക്ക് ഓടും. ചിലപ്പോൾ ചന്ദ്രനുണ്ടാകും ഹാളിൽ. അവൾ ഹാളിലേക്ക് TV കാണാൻ വന്നാൽ ചന്ദ്രൻ അവളെ നോക്കി ഒന്ന് ചിരിക്കും. അയാൾ TV-യുടെ റിമോട്ട് അവിടെ വെക്കും. മടിച്ച് ശ്രീകുട്ടി വന്ന് അതെടുക്കും. ശ്രീകുട്ടി കുഞ്ഞല്ലേ, അതിനെന്തറിയാം എന്നാണ് ചന്ദ്രൻ ചിന്തിക്കുന്നത്. വലിയവരുടെ ദുശ്ചിന്തകളൊന്നും അവൾക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്ക് ചന്ദ്രനെ ഇഷ്ടമായിരുന്നു. അയാളെ കാണുമ്പോൾ മാത്രം അവളുടെ കുസൃതി നിറഞ്ഞ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടാകും. എന്നാൽ ചന്ദ്രൻ്റെ ഈ പ്രവൃത്തികളൊന്നും പ്രഭാവതിക്കിഷ്ടമല്ല. കീർത്തന അടുക്കളയിൽ വന്ന് സമയാസമയം എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും. ശ്രീകുട്ടിക്ക് വേണ്ടതെല്ലാം അവൾ ഉണ്ടാക്കി കൊടുക്കും. യാതൊരു മടിയും കാണിക്കാറുമില്ല.
വൈകുന്നേരം ശ്രീകുട്ടിക്ക് വേണ്ടി പാലെടുക്കാൻ അടുക്കളയിൽ ചെന്നപ്പോൾ പ്രഭാവതി അവിൽ നനയ്ക്കുകയാണ്. പാൽ തിളപ്പിച്ച് കപ്പിലേക്ക് പകർന്ന് അവിൽ നനച്ചതുമെടുത്ത് ഒരു പ്ലേറ്റിലാക്കി തിരിയുമ്പോൾ പ്രഭാവതി ഒരു തട്ട് പ്ലേറ്റ് നോക്കിക്കൊടുത്തു. കീർത്തനയുടെ പ്രവൃത്തിയിൽ പ്രഭാവതിക്ക് അതിയായ കോപമുണ്ടായിരുന്നു. എല്ലാം ശ്രദ്ധിച്ച് പ്രഭാവതി അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവളുടെ ചെയ്തികൾ അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവളുടെ കയ്യിൽ നിന്നും പ്ലേറ്റ് താഴേക്ക് വീണു. അവിൽ മുഴുവൻ തറയിൽ വീണു. അത് കണ്ടതും കീർത്തനയ്ക്ക് ദേഷ്യം സഹിക്കാനാവാതെ പ്രഭാവതിയെ പിടിച്ച് ഒന്ന് തള്ളി. അപ്രതീക്ഷിതമായ കീർത്തനയുടെ പിടിച്ചുതള്ളലിൽ പ്രഭാവതി വേച്ചുപോയി. വീഴാൻ പോയപ്പോൾ അവർ ടേബിളിൽ പിടിച്ചു. അതുകൊണ്ട് താഴെ വീണില്ല. അയ്യോ, ഇവളെന്നെ കൊല്ലുന്നേ! പ്രഭാവതി ഉറക്കെ നിലവിളിച്ചു. പ്രഭാവതിയുടെ നിലവിളി ഹാളിലിരിക്കുന്ന ചന്ദ്രൻ കേട്ടു. അയാൾ എഴുന്നേറ്റ് വേഗം അടുക്കളയിലെത്തി. ചന്ദ്രൻ നോക്കുമ്പോൾ അവിൽ മുഴുവൻ തറയിൽ പരന്നു കിടപ്പുണ്ട്. പ്രഭാവതി കസേരയിൽ ഒരു കയ്യും താങ്ങി പിടിച്ചിരിക്കുന്നു. കീർത്തനയാണെങ്കിൽ പാൽ ഗ്ലാസ് കൊണ്ട് പുറത്തിറങ്ങി അയാളുടെ മുമ്പിലൂടെ പോയി. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു തുടുത്തിരുന്നു. ചന്ദ്രൻ വേഗം പ്രഭാവതിയുടെ അരികിലെത്തി. എന്തുണ്ടായി പ്രഭേ? അയാൾ തിരക്കി. ആ മൂദേവി എന്നെ കൊല്ലാൻ നോക്കി, അവർ വീണ്ടും പറഞ്ഞു. നീ ഉണ്ടായ കാര്യം പറയൂ, അയാൾ ഉറക്കെ ചോദിച്ചു. പ്രഭാവതി തന്നെ കീർത്തന പിടിച്ച് തള്ളിയ കാര്യം പറഞ്ഞു. എന്നാൽ പ്ലേറ്റ് തട്ടിയ കാര്യം മനഃപൂർവ്വം ചന്ദ്രനിൽ നിന്നും മറച്ചുവെച്ചു. അയാൾ പ്രഭാവതിയെയും പിടിച്ചുകൊണ്ട് ഹാളിൽ ചെന്നു സോഫയിലിരുത്തി. പ്രഭാവതിക്ക് കൈ നല്ല വേദനയുണ്ടായിരുന്നു. ചന്ദ്രൻ വേദനയ്ക്ക് പുരട്ടുന്ന മരുന്നെടുത്ത് കയ്യിൽ പുരട്ടിക്കൊടുത്തു. എന്തെല്ലാം കാണണം ഈശ്വരന്മാരെ! പ്രഭാവതി നിലവിളിച്ചു. എന്നാൽ അതിൻ്റെ തീവ്രതയ്ക്ക് കുറവുണ്ടായിരുന്നു. വിവേക് പുറത്തു പോയ സമയത്താണ് എല്ലാം നടന്നത്. ചന്ദ്രൻ ഫോണെടുത്ത് വിളിച്ച് വിവേകിനോട് ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു. അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നും നിർദ്ദേശിച്ചു. പൂജയെ വിളിച്ചും ഉണ്ടായതെല്ലാം പറഞ്ഞു. അവൾ രാകേഷിനെയും കൂട്ടി വരാമെന്നും പറഞ്ഞു. വിവേക് വന്നപ്പോൾ തന്നെ പ്രഭാവതിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വിവേകിൻ്റെ കാർ വന്നതും വീണ്ടും പുറത്തേക്ക് പോയതുമെല്ലാം കീർത്തന ജനാലക്കരികിൽ നിന്നും കാണുന്നുണ്ടായിരുന്നു. പ്രഭാവതിയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാകുമെന്ന് അവൾ ഊഹിച്ചു. അവൾ ഫോണെടുത്ത് അർജുനെ വിളിച്ചു. അങ്ങേ തലക്കിൽ അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ കീർത്തനയ്ക്ക് സങ്കടം വന്നു. അവളത് പുറത്ത് കാണിച്ചില്ല. അർജുൻ എപ്പോഴാ എത്തുക? അവൾ ചോദിച്ചു. 9 മണിയാകുമ്പോഴേക്കും എത്തും. എല്ലാം ശരിയായോ? അവൾ വീണ്ടും ചോദിച്ചു. ഉവ്വ്. ബോറടിച്ചോ നിനക്ക്? അവൻ അങ്ങനെ ചോദിച്ചപ്പോൾ ഉണ്ടായതെല്ലാം പറഞ്ഞാലോ എന്നവൾ ചിന്തിച്ചു. വേണ്ട, വന്നിട്ട് പറയാം, അവൾ തീരുമാനിച്ചു. എന്താ ഒന്നും മിണ്ടാത്തെ? കേൾക്കുന്നില്ലേ? അവൻ്റെ ചോദ്യം അവളെ ചിന്തകളിൽ നിന്നും ഉണർത്തി. ഉവ്വ്, കേൾക്കാം. അർജുൻ പെട്ടെന്ന് വരണേ, അവൾ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. പ്രഭാവതിയെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പ്രശ്നമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അവർ വഴുക്കി വീഴാൻ പോയതാണെന്നാണ് ഹോസ്പിറ്റലിൽ പറഞ്ഞത്. എക്സ്റേ എടുക്കാൻ പറഞ്ഞെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അർജുൻ എത്തി. പൂജയും അപ്പോഴേക്കും വന്നിരുന്നു. എല്ലാവരും പ്രഭാവതിയുടെ ചുറ്റും കൂടി നിൽപ്പുണ്ട്. കുടുംബത്തിൽ ഓരോ നിഷേധികൾ വന്ന് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുടുംബം മുടിഞ്ഞു. അവർ പുലമ്പുന്നുണ്ടായിരുന്നു. അർജുൻ അത് കേട്ടു. അമ്മയ്ക്കെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. എന്തു പറ്റി അമ്മേ? മുറിയിലേക്ക് പോകാതെ അവൻ പ്രഭാവതിയുടെ അടുത്തേക്ക് ചെന്നു. ഓ, നീ വന്നോ? നീ കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടില്ലേ? ആ മുടിഞ്ഞവള് എന്നെ കൊല്ലാൻ നോക്കി. ഒന്നും നോക്കാതെ പ്രഭാവതി പറഞ്ഞു. അമ്മ വെറുതെ ഓരോന്ന് പറയരുത്. അമ്മ എന്തെങ്കിലും കാണിക്കാതെ കീർത്തന ഒന്നും ചെയ്യില്ല, അവൻ പറഞ്ഞു. നീ അല്ലെങ്കിലും അവളെ സപ്പോർട്ട് ചെയ്യുകയല്ലേ ചെയ്യൂ. നിന്നെ അവൾ വലയിൽ കുരുക്കിയിട്ടിരിക്കുകയല്ലേ, അവർ പുച്ഛത്തോടെ പറഞ്ഞു. എന്താണ് ഉണ്ടായതെന്ന് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ? അതും പറഞ്ഞു പ്രഭാവതിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പോലും തിരക്കാതെ അവൻ മുറിയിലേക്ക് പോയി. അവൻ ചെല്ലുമ്പോൾ ശ്രീകുട്ടി മൊബൈലിൽ കാർട്ടൂൺ കാണുകയാണ്. കീർത്തന ബെഡിൽ ചെരിഞ്ഞു കിടപ്പുണ്ട്. കീർത്തു, അവൻ വിളിച്ചപ്പോൾ കീർത്തന എഴുന്നേറ്റ് അർജുനെ കെട്ടിപ്പിടിച്ചു. ആ നെഞ്ചിലമർന്ന് അവൾ തേങ്ങിക്കരഞ്ഞു. അർജുന് അത് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. എന്തു പറ്റിയടാ? അവൻ അവളെ നെഞ്ചിൽ നിന്നും അടർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവൾ ഒറ്റ ശ്വാസത്തിൽ ഉണ്ടായതെല്ലാം പറഞ്ഞു. പറയുന്നതിനിടയിലെല്ലാം ഇടയ്ക്ക് അവൾ വിതുമ്പി. അവൻ വല്ലാതെയായി. അവൻ അവളെ നെഞ്ചോട് ചേർത്ത് വാരിപ്പുണർന്നു. അവനെ വിടാതെ മുറുകെ പിടിച്ചു അവൾ. കുറേ നേരം അങ്ങനെ നിന്നപ്പോൾ അവൾക്ക് ആശ്വാസമായി. ഞാൻ ഇപ്പോൾ വരാം, അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് അവൻ പുറത്തിറങ്ങി.
അവൻ ഹാളിലേക്ക് പാഞ്ഞു വന്നു. അവൻ്റെ വരവിൽ പ്രഭാവതിക്ക് പന്തികേട് തോന്നി. കീർത്തനയെല്ലാം പറഞ്ഞിട്ടുണ്ടാകുമെന്ന് അവർക്ക് മനസ്സിലായി. അവൾ കുറച്ച് അവിൽ നനച്ചതെടുത്തതിന് ആ പ്ലേറ്റ് തട്ടിക്കളയുകയാണോ ചെയ്യേണ്ടത്? അതുകൊണ്ടല്ലേ അവൾ പിടിച്ചു തള്ളിയത്? അർജുൻ ആക്രോശിച്ചു. അത് കേട്ടതും പ്രഭാവതിയുടെ മുഖം വിളറി വെളുത്തുപോയി. അർജുൻ പറഞ്ഞത് കേട്ടപ്പോഴാണ് ചന്ദ്രന് കാര്യം മനസ്സിലായത്. പ്രഭാവതി തന്നോട് കള്ളം പറഞ്ഞതാണെന്നും അയാൾക്ക് മനസ്സിലായി. ചന്ദ്രൻ്റെ മുഖം കോപത്താൽ ചുവന്നു. നീ എന്നോട് കള്ളം പറയുകയായിരുന്നല്ലേ? അയാൾ രോഷത്തിൽ പ്രഭാവതിയോട് ചോദിച്ചു. ഞാനിവിടുത്തെ ജോലിക്കാരിയൊന്നുമല്ല. അവൾ സമയാസമയം വന്നെടുത്തു കൊണ്ടുപോയി വെട്ടി വിഴുങ്ങാൻ. ആ അടുക്കളയിൽ കിടന്ന് ഞാൻ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. അതാരെങ്കിലും അറിയുന്നുണ്ടോ? കിതച്ചുകൊണ്ട് പ്രഭാവതി പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ ഞാനിവിടെ നിന്നും മാറി താമസിക്കാം, അർജുൻ കലിയോടെ പറഞ്ഞു. എൻ്റെ ട്രാൻസ്ഫർ ഇങ്ങോട്ട് ശരിയായിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ തുടരാൻ എനിക്ക് കഴിയില്ല. അവൻ പറഞ്ഞപ്പോൾ പ്രഭാവതിക്ക് അത് സഹിച്ചില്ല. എൻ്റെ കുടുംബം കലക്കാനായി വന്ന് കയറിയതാണല്ലോ അവൾ, പ്രഭാവതി വിലപിച്ചു. അമ്മയൊന്ന് മിണ്ടാതിരിക്കാമോ? പൂജ അവരെ ആശ്വസിപ്പിച്ചു. വന്ന് ഈ വീട്ടിൽ ഒരു സ്വൈര്യവും സ്വസ്ഥതയുമില്ലല്ലോ. എല്ലാവരും കൂടി എന്നെയും ഭ്രാന്ത് പിടിപ്പിക്കും, അലറി പറഞ്ഞുകൊണ്ട് വിവേക് അകത്തേക്ക് കയറിപ്പോയി. എല്ലാവരും ഒരു നിമിഷം നിശബ്ദമായി. ആ വീട് ആകെ മൗനമായി. കീർത്തനയുടെ വരവോടുകൂടി തൻ്റെ വീടിൻ്റെ അടിത്തറ ഇളകി തുടങ്ങി എന്ന് പ്രഭാവതിക്ക് തോന്നി. നന്ദനയായിരുന്നെങ്കിൽ എന്നവർ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ കാരണം ചന്ദ്രേട്ടൻ പറയുന്നത് പോലെ താൻ തന്നെയാണോ എന്നവർ ചിന്തിച്ചു. പ്രഭാവതി തളർന്ന് സോഫയിലേക്ക് വീണു. അവർ ചന്ദ്രനെ നോക്കി. ചന്ദ്രൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ആളിക്കത്തിയിരുന്നു. അവർ നോക്കുമ്പോൾ അർജുൻ അവിടെ ഇല്ലായിരുന്നു. പൂജ തൻ്റെ അരികിൽ ഇരിപ്പുണ്ട്. ഇവമോൾ TV കാണുകയാണ്. പ്രഭാവതിക്ക് ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നി. ഒന്നും. പ്രഭാവതി തളർച്ചയോടെ സോഫയിലേക്ക് ചാഞ്ഞു. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സ്നേഹവും സഹകരണവും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹരാഗം ഇനിയും തുടരും.